നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മാറിമറിയുന്ന കാലാവസ്ഥ തന്നെയാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥാ റിപ്പോർട്ടുകളെ അതിന്റെ പ്രവചനങ്ങളെയും ഒക്കെ തന്നെ തകിടം മറിച്ചുകൊണ്ട് ചില വാർത്തകളും അതുപോലെ തന്നെ റിപ്പോർട്ടുകളും ഒക്കെയാണ് വരുന്നത്. കഴിഞ്ഞ ദിവസവും സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലെ വിവിധയിടങ്ങളിൽ അതിശക്തമായ മഴയാണ് ലഭിച്ചത്. ഇന്ന് പുലർച്ചെയും ചിലയിടങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചിരുന്നു. സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യത എന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വരികയാണ്. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. അടുത്ത മണിക്കൂറുകളിൽ കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും പത്തനംതിട്ട ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴ സാധ്യതാ പ്രവചനം വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 13-ാം തീയതി, അതായത് ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലയിലും നാളെ എറണാകുളം, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലയിലുമാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ പ്രവചനങ്ങൾക്ക് അതീതമായുള്ള സംഭവ വികാസങ്ങളാണ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രവചനങ്ങളുടെ പട്ടികയിൽ ഇല്ലാത്ത ജില്ലകളിൽ പോലും ഒരുപക്ഷെ മഴയുടെ സാധ്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം തെക്കൻ ജില്ലകളായ തിരുവനന്തപുരം, കൊല്ലത്തിൽ അടക്കം മഴയുടെ സാധ്യതയുണ്ട്. ഇന്ന് രാവിലെയും മഴ പെയ്തിരുന്നു, മഴ ലഭിച്ചിരുന്നു. വലിയ തോതിൽ അല്ലെങ്കിൽ പോലും ചെറിയ രീതിയിലാണെങ്കിൽ പോലും മഴ ലഭിച്ചിരുന്നു. എന്തായാലും അലേർട്ടുകൾ നൽകേണ്ട സാഹചര്യം ഇല്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അലേർട്ടുകൾ ഉള്ളത് എറണാകുളം, പത്തനംതിട്ട, ആലപ്പുഴ, മലപ്പുറം, വയനാട് തുടങ്ങിയ ജില്ലകളിലാണ്. പക്ഷേ ആലപ്പുഴയിൽ വരുന്ന മണിക്കൂറിൽ ശക്തമായ മഴ പെയ്യുമെന്ന അലേർട്ട് കൂടി വരുന്നുണ്ട്. മാത്രമല്ല, കണ്ണൂർ ജില്ലയിലും യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് 14/5/2025, അതായത് നാളെ രാത്രി 11:30 വരെ 0.4 മുതൽ 0.8 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾക്ക് കാരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന്റെ സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. കന്യാകുമാരി തീരത്ത് 14-ന്, അതായത് നാളെ രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി 0.9 മുതൽ 1.0 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാണാം. കടലാക്രമണത്തിന് സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രമാണ് അറിയിച്ചിട്ടുള്ളത്. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക എന്ന റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. മൂന്നാർ ഗ്യാപ് റോഡ് വഴിയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. ഇടുക്കി ജില്ലാ കളക്ടറാണ് ഗതാഗതം നിരോധിച്ചിട്ടുണ്ട് എന്നുള്ള ഉത്തരവ് ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്നത്. കനത്ത മഴയിൽ മൂന്നാർ ഗ്യാപ് റോഡിൽ കരിങ്കല്ല് വീഴുകയുണ്ടായി. അതിന്റെ കാരണത്താലാണ് ഈ ഗ്യാപ് റോഡ് നിലവിൽ ഇപ്പോൾ തുറക്കില്ല. ഗ്യാപ് റോഡ് വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ടെന്ന് കളക്ടർ അറിയിച്ചിരിക്കുന്നത്. അവധി ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ മൂന്നാറിൽ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ നിരവധി ആളുകളുടെ ഒരു തിരക്കാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഗ്യാപ് റോഡ് നിലവിൽ ഇപ്പോൾ പൂർണ്ണമായും ഗ്യാപ് റോഡിലെ തിരക്ക് ഗതാഗതം പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. റോഡിൽ പതിച്ചതിനെ തുടർന്നാണ് നിരോധനം ഉണ്ടായിരിക്കുന്നത്. കരിങ്കല്ല് റോഡിലേക്ക് പതിക്കുകയായിരുന്നു. മഴ തുടരാൻ സാധ്യതയുള്ളതിനാൽ ജില്ലയിലെ മലയോര പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ കല്ലുകൾ റോഡിലേക്ക് പതിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് മറ്റൊരു ഉത്തരവുണ്ടാകുന്നതുവരെ നിരോധനം തുടരും. വളരെ ഉയരത്തിലുള്ള മൺതട്ടിയിൽ നിന്നും തുടർന്ന് വീണ പാറക്കല്ലുകൾ റോഡിൽ വീണ് ചിതറിപ്പോവുകയായിരുന്നു. അതായത് ഭാഗ്യവശാലാണ് മറ്റ് ജനങ്ങൾക്കൊന്നും തന്നെ പരിക്കേക്കാതിരുന്നത്. യാത്രക്കാർ നിരവധി പേർ, അതായത് കാറുകളിലും അതുപോലെ തന്നെ ഇരുചക്ര വാഹനങ്ങളിലുമായി നിരവധി യാത്രക്കാർ അതുവഴി പാസ് ചെയ്യുന്ന ഘട്ടത്തിലാണ് ഈ കരിങ്കല്ല് അടർന്നു വീണത്. എന്തായാലും ഭാഗ്യവശാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി അത് റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ കൂടിയാണ് നിലവിലേതായാലും ഇത്തരത്തിൽ മഴ മുന്നറിയിപ്പും അതുപോലെ തന്നെ ഗതാഗതവും തടസ്സവും നൽകിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മൺസൂൺ യഥാർത്ഥത്തിൽ മഴയല്ല എന്നൊരു വാർത്തയൊക്കെ തന്നെ കഴിഞ്ഞ ദിവസവും പുറത്തു വരുന്നുണ്ട്. ഈ മഴ കൊണ്ടുവരുന്ന കാറ്റാണ്. അതാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച എന്ന് പറയുന്നത്. ലോകത്തെ ഇവിടെ മാത്രമല്ല മൺസൂൺ ഉള്ളത്, എങ്കിലും ഇവിടുത്തെ മൺസൂൺ വളരെ പ്രാധാന്യമുള്ളതാണ്. മൗസം എന്ന ഈ കാറ്റിന് പേരിട്ടത് അറബികളാണ്. പിന്നീട് അത് ഇംഗ്ലീഷിലായപ്പോൾ മൺസൂൺ ആയി മാറുകയായിരുന്നു. ഇന്ത്യയിലെ കൃഷി കാലവർഷക്കാറ്റിനെ അടിസ്ഥാനമാക്കിയാണ് സത്യത്തിൽ മൺസൂൺ സീസണിൽ ഉൾപ്പെടുന്നതാണ് കാലവർഷവും തുലാവർഷവും. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലവർഷത്തിനും വടക്കു കിഴക്കൻ മൺസൂൺ തുലാവർഷത്തിനും കാരണങ്ങൾ ഏറെയാണ്. ശരാശരി 4 കോടി വർഷം മുൻപെങ്കിലും മൺസൂൺ ഉത്ഭവിച്ചത് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് നാം കാണുന്ന തെക്കൻ ഏഷ്യൻ മൺസൂൺ ഘടനകൾ ഏകദേശം പാലിയോജീൻ കാലഘട്ടത്തിലാണ് ഉത്ഭവിച്ചത്. സങ്കീർണമായ കാലാവസ്ഥാ മാറ്റങ്ങൾ ഉടലെടുത്ത
രൂപമെടുത്ത ഒരു കാലഘട്ടമായിരുന്നു അത്. കരയും സമുദ്രവും തമ്മിലുള്ള താപനില വ്യത്യാസമാണ് മൺസൂണിന് വഴിയൊരുക്കിയത്. വേനൽക്കാലത്ത് ജലത്തേക്കാൾ കൂടുതൽ വേഗത്തിൽ കര ചൂടുപിടിക്കുകയും തൽഫലമായി കരയിൽ നിന്ന് നീരാവി കലർന്ന വെള്ളം ഉയർന്ന് അതിന് ബാഷ്പീകരണം സംഭവിച്ച് മഴയായി പെയ്യുകയും ചെയ്യും. എന്തായാലും ശക്തമായ മഴ തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.